തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ KSRTC ബസും പിക്കപ്പും കൂട്ടിയിടിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. മരുതൂർ പാലത്തിന് സമീപത്താണ് അപകടം സംഭവിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് KSRTC ബസും പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇവരെ ഏത് ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ. അല്പം മുമ്പാണ് നെയ്യാറ്റിൻകര മരുത്തൂർ പാലത്തിന് സമീപം വെച്ച് ആലപ്പുഴയിൽ നിന്ന് വരുന്ന നെയ്യാറ്റിൻകര ഡെപ്പോയിലെ KSRTC ബസും എതിർദിശയിൽ വന്ന പിക്കപ്പ് വാനുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. കൂട്ടിയിടിപ്പ് അതിശയകരമായിട്ടാണ് പിക്കപ്പ് വാനിലെ ഡ്രൈവർ രക്ഷപ്പെട്ടത്. കാരണം അമിത വേഗതയിലായിരുന്ന KSRTC ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ബസ്സിനുള്ളിൽ തന്നെ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാർക്ക് പലർക്കും നിസ്സാരമായി പരിക്കേറ്റെങ്കിലും സമീപത്തെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാലും ആർക്കും തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല. എന്തായാലും ഈ സ്ഥലത്ത് ഇപ്പോൾ വലിയൊരു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങളെ പല ഇടവഴികളിലും മറ്റൊരു സ്ഥലത്ത് വഴികളിലാണ് ഇപ്പം സിറ്റിയിലോട്ടൊക്കെ കടത്തിവിടുന്നത്. വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗതാഗതം പുനഃസ്ഥാപിച്ചോ? തീർച്ചയായിട്ടും ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ KSRTC ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ വാഹനത്തിനെ സൈഡിലോട്ട് മാറ്റിയ ശേഷം ഇപ്പം വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ ഈ KSRTC ബസിന്റെ അമിത വേഗതയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമാക്കിയിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് വരെ ഈ ഒരു അപകടം എത്തി എന്നുള്ളത് തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും പറയാൻ കാരണം തന്നെ കൃത്യമായും ദൃക്സാക്ഷികളുണ്ട് ഈ സമീപ ഭാഗത്ത്. ഇത് ഇടുങ്ങിയ ഒരു പാലമാണ്. വർഷങ്ങളായിട്ട് ഇവിടെ നിരന്തരമായി അപകടം നടക്കുന്ന പാലം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇത്തരത്തിൽ അപകടം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സൂചനാ ബോർഡ് വരെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സൂചനാ ബോർഡ് പോലും ശ്രദ്ധിക്കാതെയാണ് ഇത്തരത്തിൽ KSRTC ബസിന്റെ അമിത വേഗതയിൽ ഇത്തരത്തിൽ വരികയും ആ ഭാഗത്ത്, അതായത് അപകടം സ്ഥിരമായി നടക്കുന്ന ഭാഗത്ത് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ തരത്തിലാണ് ഈ പിക്കപ്പ് വാൻ മാക്സിമം ഒതുക്കേണ്ട ആ ഭാഗം പൂർണ്ണമായും ഒതുക്കി. എന്നാൽ അത്ഭുതകരമായാണ്, എന്ന് വെച്ചാൽ പിക്കപ്പ് വാൻ ഡയറക്ട് മുൻവശമാണ് ഇത്തരത്തിൽ ഇടിയേറ്റിട്ടുള്ളത്. എന്നാൽ അത്ഭുതകരമായാണ് ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. ശരി, KSRTC ബസും പിക്കപ്പും കൂട്ടിയിടിച്ച് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ തുടരുന്ന ഗതാഗത കുരുക്ക് പുനഃസ്ഥാപിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രദീപ് പാറശാല.